ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഫോർമാറ്റ് ബോക്സിൽ വന്നിട്ട് അവിടെ എന്താ പേജ് ഇൻഫോർമേഷൻ എടുത്തു. അതിൽ പേജ് ടൈപ്പ് ടൂൾ ടിപ്പ് ഒക്കെ കൊടുത്ത് കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്തായിരുന്നു. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പേജിലോട്ട് എന്താ ആദ്യം മൾട്ടി റോ കാർഡാണ് ആഡ് ചെയ്തത്. അതിൽ നമ്മൾ കുറച്ച് വാല്യൂസ് കൊടുത്തായിരുന്നു. ടോട്ടൽ റവന്യൂ, ടോട്ടൽ പ്രോഫിറ്റ്, ടോട്ടൽ ഓർഡേഴ്സ്, അങ്ങനെ കുറച്ച് വാല്യൂസ് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ഒരു ഏരിയ ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. ഏരിയ ചാർട്ടിൽ നമ്മൾ കൊടുത്ത വാല്യൂസ് എന്താ ടോട്ടൽ ഓർഡേഴ്സ് ആയിരുന്നു. സ്റ്റാർട്ട് ഓഫ് വീക്കിന്റെ ബേസിൽ ടോട്ടൽ ഓർഡേഴ്സ് കാണാന്നുള്ളതായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഏരിയ ചാർട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടും ഈ സെയിം പോലെ തന്നെ ആക്കാം. അപ്പൊ നമ്മൾ സെയിം ഫോർമാറ്റ് എടുക്കാം. അതില് ബാക്ക്ഗ്രൗണ്ട് എന്താ ബ്ലാക്ക് ആക്കി കൊടുക്കുക. അപ്പൊ ഏകദേശം ഒരു തീം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണേന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ടൂൾ ടിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന പേജ് എടുക്കാം. അതില് ഇപ്പൊ ഞാൻ ബാർ ചാർട്ടിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ബാർ ചാർട്ട് ആദ്യം സെലക്ട് ചെയ്യുക. ദെൻ നമ്മളെ സെയിം ഫോർമാറ്റിൽ തന്നെ പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസില് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കാണാം. കണ്ടോ, ഓപ്ഷൻസ്. ഇതില് നമ്മള് ടൈപ്പ് അല്ല, പേജ് മാറ്റി കൊടുക്കുക. ഇപ്പൊ പേജ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ പേജ് ഉണ്ടല്ലോ, ഇപ്പൊ എന്റെ പേജ് 1 എന്ന് പറഞ്ഞ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് പേരിലാണോ പേജ് ക്രിയേറ്റ് ചെയ്തത് ആ പേജ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടോ. അപ്പൊ ഞാൻ ഇവിടെ പേജ് 1 സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മള് ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കൂ, കണ്ടോ ഈ ഗ്രാഫ്, ഈ ഒരു ബാർ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളവിടെ സെലക്ട് ചെയ്തത് ആ ടൂൾ ടിപ്പ് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, വാല്യൂസും ആ ഒരു ഗ്രാഫും ചേഞ്ച് ചെയ്യണം. കണ്ടോ, ഏരിയ ചാർട്ടും ചേഞ്ച് ചെയ്യുന്ന കണ്ടോ. അപ്പം ഇങ്ങനെയാണ് ഒരു ടൂൾ ടിപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മീൻസ് ഏരിയ ചാർട്ടോട് കൂടിയിട്ട് ഒരു ടൂൾ ടിപ്പ് റെഡി ആക്കുന്നത് ഇങ്ങനെയാണ്.